സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇപ്പോൾ മറുനാടൻ മലയാളിയാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രസിഡന്റ് ആരാണെന്ന് തീരുമാനിക്കുന്നത്. പ്രസിഡന്റ് ആരാവണം, ആരാകണ്ട എന്ന് മറുനാടൻ മലയാളി പറയും. അതിനനുസരിച്ച് ചെയ്തോളണം. അതായത് ബി ജെ പിയിൽ ആര് പ്രസിഡന്റ് ആവണമെന്നും പിന്നെ മറുനാടൻ പറയും. ബി ജെ പിയുടെ കേന്ദ്ര ബി ജെ പിയുടെ നേതൃസ്ഥാനത്താണ്. കേരളത്തിലെ എല്ലാ സംഘി, അതായത് ക്രിസംഘി ചാനലുകളുടെയും നേതാവാണ്. ഇസ്രയേലിൽ പോയി, അമേരിക്കയിൽ പോവും, ഇംഗ്ലണ്ടിൽ പോവും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഷാജൻ സ്കറിയ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നതിനനുസരിച്ചേ ഇവിടെ നടക്കാവൂ കാര്യങ്ങൾ. ഞാനാണ് തീരുമാനിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്ലാസ് എടുത്തവനാണ് ഷാജൻ സ്കറിയ. അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അഫ്ഗാനിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ഫലസ്തീനിൽ നിന്ന് അങ്ങനെ അഭയാർത്ഥികളെ കയറ്റരുത്, അതായത് മുസ്ലിങ്ങളെ കയറ്റരുത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഷാജൻ സ്കറിയ പറയുന്നത്. എന്തിനാണ് പുതിയതായിട്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വെച്ചത്? അബിൻ വർക്കിയെ വെച്ചുകൂടായിരുന്നു? അപ്പോൾ KPCC പ്രസിഡന്റ് ക്രിസ്ത്യാനി, ഇനി അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, നിയമസഭാ കക്ഷി നേതാവിനെ വേണമെങ്കിൽ ക്രിസ്ത്യാനിയാക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പല ക്രിസ്ത്യാനികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാരായിട്ടിരുന്നുണ്ട്. AK ആന്റണി സ്വന്തം മകനെ പറഞ്ഞ് BJPയിൽ വിട്ടു. അപ്പോൾ യവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. KV തോമസ് എന്താണ് ചെയ്തത്? അവൻ മറുകണ്ഠം ചാടിയില്ലേ? തെണ്ടിത്തരേ അവന്മാർ കാണിക്കുള്ളൂ. അടുത്തത് ടോം വടക്കൻ ചാടിയില്ലേ? BJPയുടെ സൈഡിൽ പോയില്ലേ? അപ്പോൾ ഇവരൊക്കെ എന്ത് തെണ്ടിത്തരവും കാണിക്കും. അവരെ പിടിച്ച് എല്ലാം ക്രിസ്ത്യാനിയൊക്കെ അങ്ങ് കൊടുത്താൽ മതി. ഇവിടെ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസിന്റെ മുന്നണിയിൽ, കോൺഗ്രസിൽ പാർട്ടിക്കകത്ത് മന്ത്രിസ്ഥാനം വീതം വയ്ക്കുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കും. കേന്ദ്രത്തിൽ നിങ്ങൾ എടുക്കണം. UPA ഗവൺമെന്റ് ഇരുന്ന കാലത്ത് കോൺഗ്രസിന്റെ ആരുണ്ടായിരുന്നു ഒരു മുസ്ലിം മന്ത്രി? കേരളത്തിൽ നിന്ന് എത്ര ക്രിസ്ത്യാനികളുണ്ടായിരുന്നു? അപ്പോൾ ക്രിസ്ത്യാനിയൊക്കെ മാത്രം കൊടുക്കണം. അതിന് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഷാജൻ സ്കറിയക്ക് പാർട്ടിയില്ല. ക്രിസ്ത്യാനിക്ക് കൊടുക്കണം. അങ്ങനെ പച്ചയ്ക്ക് പറയുകയില്ല. അബിൻ വർക്കി മറ്റേതാണ് മറിച്ചത്. സംഗതി ശരിയാണ്, നേതാവാണ് എന്ന് വിചാരിച്ച് എല്ലാ ക്രിസ്ത്യാനിക്കും കൊടുക്കാൻ നോക്കും, മുസ്ലിമിന് കൊടുക്കാൻ നോക്കും. KPC പ്രസിഡന്റായിട്ട് എത്ര നാളിരുന്ന് മുസ്ലിം? പണ്ട് TO ബാബ ഇരുന്നിട്ടുണ്ട്. ഇലക്ഷനിലൂടെ വന്ന് KPCC പ്രസിഡന്റായിട്ട് ഇരുന്നിട്ട് TO ബാബ. വേറെ ആരെ ഇരുത്തും? ആരെ ഇരുത്തില്ല, മുസ്ലിങ്ങളെ ഇരുത്തില്ല. കാര്യം അച്ചായന്മാരെന്ന് പറയുന്നത് അവർ ഒറ്റക്കെട്ടാണ്. മന്ത്രിസ്ഥാനം എല്ലാം അവർ വീതം വെച്ചെടുക്കും. അതിന് കുഴപ്പമില്ല. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പക്ക ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ്. ഞാൻ പറയുന്നത് വർഗീയത പറയല്ല, പക്ഷെ പറയുന്നത് പച്ചയ്ക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. ഞാനിപ്പോ ഞാനൊരു വർഗീയവാദിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം, പക്ഷെ ഞാൻ വർഗീയവാദിയല്ല. വർഗീയത പറയുന്നിടത്ത് തിരിച്ച് വർഗീയത പറയണം. അപ്പോ ക്രിസ്ത്യാനിയൊക്കെ എത്ര മന്ത്രിസ്ഥാനമായിരുന്നാലും യാതൊരു പ്രശ്നമില്ല, ആരും ചർച്ചയാവില്ല. ഇപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് ഇരിക്കുന്നു, 10 പേര് നായന്മാരാണ് മന്ത്രിമാര്. 10 നായന്മാർ മന്ത്രിമാരുണ്ട്. നായന്മാർ കേരളത്തിലെ ജനസംഖ്യയിൽ എത്ര ശതമാനമാണ്? 11-12%. ഇവിടെ ചാനലുകളൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതേസമയം കഴിഞ്ഞ UDF ഭരണകാലത്ത് മുസ്ലിം ലീഗിന് 5ാമതൊരു മന്ത്രിസ്ഥാനം കൊടുത്തു എന്നും പറഞ്ഞ് എന്തെല്ലാം വിപ്ലവമാണ് ഇവിടെ ഉണ്ടാക്കി. BJPക്കാർ വിപ്ലവം ഉണ്ടാക്കി. ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ബാക്കിയുള്ള എല്ലാ ചാനലുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ മുസ്ലിമിനെ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുസ്ലിമിൽ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാ. അത് മാർക്സിസ്റ്റ് പാർട്ടിയും വയ്ക്കില്ല, കോൺഗ്രസും വയ്ക്കില്ല. എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? ഇവിടെ പള്ളിയിലെ അച്ഛന്മാർ അതിൽ രാഷ്ട്രീയത്തിൽ ഇടപെടും, ബാക്കിയുള്ള NSS ഇടപെടും, SNDP ഇടപെടും, എല്ലാ തെണ്ടികളും ഇടപെടും. മുസ്ലിമിനെ നയിക്കില്ല. മുസ്ലിമിന് KPC പ്രസിഡന്റ് ആയിക്കൂടാ. മുസ്ലിമിന് ഇപ്പൊ കുറച്ച് നാളെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഷാഫി പറമ്പിൽ. അത് തന്നെ ആയിരുന്നു. അല്ലാതെ ആരെ ഇരുത്തും? ആരെ ഇരുത്തില്ല. പണ്ട് കാലത്ത് പ്രശ്നമില്ലായിരുന്നു. പണ്ട് കാലത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ജാതി മതവും നോക്കിയൊന്നുമല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജാതി മതവും നോക്കിയാണ്. ഇപ്പൊ അതുകൊണ്ടാണ് KPC പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്രിസ്ത്യാനിക്കാൻ കൊടുത്ത വളരെ തുച്ഛമായ ആൾക്കാരാണുള്ളത്. ഒന്ന് കേരള കോൺഗ്രസ് എന്നും പറഞ്ഞ് അവർ പോയി. 2 കേരള കോൺഗ്രസ് ഉണ്ട്, അതിൽ മൊത്തം ക്രിസ്ത്യാനികളാണ്. ഇപ്പൊ BJPയിൽ അച്ഛന്മാരും അച്ഛൻ്റെ മറ്റവരും അവരും ഒക്കെ BJP പോയി. ആകെ ഉള്ളത് എത്ര പേരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയിൽ കുറെ ക്രിസ്ത്യാനികളുണ്ട്. ആകെ ഉള്ളത് തുച്ഛമായ കുറച്ച്
പിന്നെ ക്രിസ്ത്യാനികളാണ് കോൺഗ്രസ്സിലുള്ളത്. അപ്പോൾ എല്ലാം കൂടെ അവർക്കും കൊടുക്കുക. ബാക്കിയുള്ള സമുദായക്കാർ ചുമ്മാ മിണ്ടാതിരിക്കണം. എല്ലാം സമുദായം അനുസരിച്ച് തന്നെ കൊടുക്കണം. നേതൃസ്ഥാനം കൊടുക്കുമ്പോഴത്തേക്ക്, മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോഴും നിങ്ങൾ പിന്നെ കറക്റ്റിന് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ സംവരണം വരയ്ക്കുന്നു? കാരണം സംവരണം വെച്ചില്ലെങ്കിൽ അവരൊന്നും കയറി വരില്ല. പട്ടികജാതി പട്ടികവർഗ ദളിത് വർഗങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കൊടുക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും കൊടുക്കില്ല. അടിച്ചൊതുക്കും, അവരേക്കും തല പൊങ്ങാൻ അനുവദിക്കില്ല. അപ്പൊ ഈ സവർണ മേധാവിത്വം എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ഈ ക്രിസ്ത്യാനികളിലും ഉണ്ട്, പിന്നെ നായന്മാരിലും ഉണ്ട്, ബ്രാഹ്മണന്മാരിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ബാക്കിയുള്ളവരെ പൊങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ പണ്ട് നായന്മാർ പറയുമായിരുന്നു, NSS പറയുമായിരുന്നു, പന്നി പെറ്റ് കൂട്ടുന്ന പോലെ പെറ്റ് കൂട്ടുന്നു. ആരാ? ഈഴവരെ പറയുമായിരുന്നു. ഇപ്പൊ അതേ ഈഴവൻ ആ തെണ്ടി പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന മുസ്ലിങ്ങൾ അങ്ങനെ ആക്കുന്നത്. ഈ ക്രിസ്ത്യാനികള് ജനസംഖ്യയിൽ കൂടുന്നതൊന്നിനും എവിടെയും ഒരു കണക്കില്ല. കാര്യം ദളിതനായ ഒരുത്തൻ ക്രിസ്ത്യാനിയായ ദളിത ക്രിസ്ത്യാനിയാണ്. അവന്റെ പേര്, അവന്റെ മതമൊന്നും മാറൂല. അവിടെ ദളിതനായിട്ട് തന്നെ കിടക്കും. എന്നിട്ട് ആനുകൂല്യങ്ങൾ ദളിതന്റെ കിട്ടുകയും ചെയ്യും, അവൻ ക്രിസ്ത്യാനിയാവും. പിന്നെ അരയന്മാര്, ഈ മീൻ പിടിക്കാൻ പോണവർ, ലത്തീൻ കത്തോലിക്കര്, അവശ ക്രൈസ്തവൻ, ഇവർക്കെല്ലാം സംവരണമുണ്ട്. എന്താണ് ഇതൊക്കെ? നാട്ടിലുള്ള മലകൾ കംപ്ലീറ്റ് വെട്ടിപ്പിടിച്ചത്. ഈ കേരള ചരിത്രം എടുത്ത് നോക്കിയാൽ നാട്ടിലുള്ള ഗവൺമെന്റ് ഭൂമി ഏറ്റവും കൂടുതൽ കയ്യേറിയിട്ടുള്ള ക്രിസ്ത്യാനികളാണ്. ഇത് പറയിക്കുന്നതാണ്, എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. മലകൾ കംപ്ലീറ്റ് കയ്യേറി വെട്ടിപ്പിടിച്ചത്, ഗവൺമെന്റ് ഭൂമി കംപ്ലീറ്റ് വെട്ടിപ്പിടിച്ചത് ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ കണക്കെടുത്ത് നോക്കി കേരളം ഉണ്ടായതിനു ശേഷം എന്തുമാത്രം സർക്കാർ ഭൂമി ക്രിസ്ത്യാനികൾ വെട്ടിപ്പിടിച്ചിട്ട് അവർക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട്. കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് പതിച്ചു കൊടുത്തു. അവരുടെ പിന്നെ സാധനങ്ങളെല്ലാം അവർ കെട്ടി, പിന്നെ മതിൽ കെട്ടിയോ അല്ലെങ്കിൽ മുള്ളുവേലി കെട്ടിയോ അവർ സംരക്ഷിച്ചു തന്നു. വഖഫ് ഭൂമി എന്നും പറഞ്ഞ ഒരു ഭൂമി അവിടെ ഉണ്ടായിട്ട് അതിനെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ വേറെ ആരുടെയും സ്ഥലം കയറി ഇവർ കയ്യേറാം, എന്തും ചെയ്യാം. അവരുടെ സ്ഥലം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അവർ കയ്യേറി പള്ളി സ്ഥാപിക്കും, പിന്നെ വേറെ എന്ത് വേണമെങ്കിലും സ്ഥാപിക്കും, വിദ്യാഭ്യാസ സ്ഥാപനം എന്ത് വേണമെങ്കിലും അവർ സ്ഥാപിക്കും. അപ്പൊ അവർക്ക് അച്ഛന്മാരും മറ്റവരും മറിച്ചവരും ഇവിടെയുള്ള മീഡിയകളും എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യും. മത്സരിക്കുകയല്ലേ? ഇപ്പൊ കേരളത്തില് BJP സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ക്രിസ്ത്യാനികൾ. എന്തുകൊണ്ടാണ്? അവർക്കറിയാം അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഒന്ന് സോപ്പിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തി പിന്നെ നിശബ്ദരാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ കൊടുത്ത് അവരെ പാട്ടിലാക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ അകത്താക്കുക. അപ്പൊ ഇത് ഈ പേടിച്ച് ഭയന്ന് ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ. പേടിയും ഭയവും ഉണ്ട് അവർക്ക്. കാരണം പല പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്തതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ട്, മറ്റത് വരുന്നുണ്ട്, സാധനങ്ങൾ വരുന്നുണ്ട്, പാവപ്പെട്ടവരുടെ വിതരണം ചെയ്യുന്നുണ്ട്, മലകളിൽ കയറി ആളുടെ പിന്നെ മതം മാറ്റുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾ ഇനി ആരെയൊക്കെ മതം മാറ്റിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ പറയണം, ഞാൻ മാത്രമല്ല മതത്തിലുള്ള, അതായത് മുസ്ലിങ്ങൾക്ക് മൊത്തം ഇസ്ലാമിക പിന്നെ വിശ്വാസികളായ എല്ലാവർക്കും യാതൊരു പ്രശ്നമില്ല. പക്ഷെ അത് പ്രശ്നം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടും എന്തുകൊണ്ട് ഈ BJP തീരദേശത്തെടുത്ത് നോക്കിയാൽ ഈ ഹിന്ദുക്കൾക്ക് ആർക്കും നീണ്ടകരയിൽ ഇങ്ങോട്ട് പിടിച്ചാൽ മതി, തിരുവനന്തപുരത്തോട്ട് ഒരു സ്ഥലത്ത് പോലും പിടിക്കാൻ പോകാൻ പറ്റില്ല ഹിന്ദുക്കൾക്ക്. അതുപോലെ മലയിലോട്ട് കയറിയ കംപ്ലീറ്റ് അവരാണ് അവ വെട്ടിപ്പിടിച്ചിരിക്കുന്നത്. മലപ്പുറം എന്ന് പറയുന്ന പാകിസ്ഥാനാണ്, മറ്റതാണ്, മറിച്ചതാണ്, അത് പ്രത്യേകിച്ച് രാജ്യമെന്ന് ആ തെണ്ടി പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. മല ഏരിയയിൽ പോയി നോക്കണം മലപ്പുറത്ത്. കണ്ണൂരായിരുന്നാലും മലപ്രദേശത്ത് ഏറ്റവും കൂടുതൽ മലകളിൽ പോയി നോക്കണം, എല്ലാ ക്രിസ്ത്യാനികളാണ്. ആ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ? അല്ല, സർക്കാർ ഭൂമി വെട്ടിപ്പിടിച്ചതാണ് അവര്, അതിനെ പതിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ ആകെ കൂടി ഇവിടെ ശബ്ദമുയർത്തിയ ആ വിശകലയാണ്. വിശകലയല്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പൊ ഇനി കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് സ്ഥാനം ക്രിസ്ത്യാനിക്ക് കൊടുക്കണം, പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനവും ക്രിസ്ത്യാനിക്ക് കൊടുക്കണം, KC പ്രസിഡന്റും ക്രിസ്ത്യാനിക്ക് കൊടുക്കണം. വേറെ ഒരു സമുദായം ഇവിടെ വേണ്ട, നിങ്ങൾ ക്രിസ്ത്യാനികൾ മാത്രം ഭരിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിനെതിരെ, അതായത് മറുനാടനല്ല അവന്റെ തന്തമെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ശക്തമായ രീതിയിൽ തന്നെ ഇടപെടണം. ഇപ്പൊ അടൂർ പ്രകാശിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു, KPCC പ്രസിഡന്റ് ആയിരുന്നു. MMS കുറച്ചു നാള് പിന്നെ നിയുക്ത പ്രസിഡന്റ്, അതല്ലെങ്കിൽ താൽക്കാലികമായ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ പിന്നെ
UDF കൺവീനറായിരുന്നു. അതൊന്നും കൂടുതൽ നാൾ മുസ്ലിങ്ങളെ നിർത്തില്ല. മുസ്ലിങ്ങളെ കേരള ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു മുസ്ലിം ആകെ കൂടി CH മുഹമ്മദ് കോയ 53 ദിവസം മുഖ്യമന്ത്രിയായിരുന്നു. അല്ലാതെ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും പാർട്ടി ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കും? അവരാകൂല. കാര്യം അവർ പിന്നെ പാകിസ്ഥാനിലെ വിറ്റുകളായില്ലേ കേരളത്തിനെ പിടിച്ച്. അപ്പോൾ പിണറായി വന്നതിന് ശേഷം എത്ര ലക്ഷം കോടി രൂപയാണ് ഖജനാവിന് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇവിടെ നാട്ടിൽ കാണുന്നുണ്ട്, സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട്. ആ ആറാട്ടമുണ്ടൻ AK ആന്റണി 53 ദിവസം കഴിഞ്ഞപ്പോൾ CH മുഹമ്മദ് കോയക്കുള്ള പിന്തുണ പിൻവലിച്ചു. ഒരു മുസ്ലിം അങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവണ്ട. അതേസമയം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മുസ്ലിങ്ങളുടെ പിന്തുണയിൽ മാത്രമാണ് ഈ ക്രിസ്ത്യാനികൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. എൻ്റെ ബലമായ അഭിപ്രായത്തിൽ, എൻ്റെ ശക്തമായി ഞാൻ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഉള്ളവർ, കേരളത്തിലുള്ള ജനങ്ങളോട് ഞാൻ പറയാണ്, ഇനി ഒരു മുഖ്യമന്ത്രി ക്രിസ്ത്യാനി ആകരുത്. ഒരു മുസ്ലിമെങ്കിലും മുഖ്യമന്ത്രി ആകാത്തിടത്തോളം കാലം ക്രിസ്ത്യാനിയെ മുഖ്യമന്ത്രിയാക്കാൻ വിട്ടുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം, നിങ്ങളെല്ലാം മതേതര വിശ്വാസികളാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വർഗീയത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറഞ്ഞതിൽ വർഗീയതയില്ല. ഞാൻ പറഞ്ഞ ഇവരെന്നെ കൊണ്ട് പറയിക്കുന്നതാണ് അത്. പക്ഷേ എല്ലാവരും അങ്ങനെ തുറന്നു പറയില്ല. വർഗീയവാദികളെന്ന് പറയും. നിങ്ങളിപ്പോൾ വർഗീയവാദികളെന്ന് എന്നെ പറഞ്ഞിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ആരുടെയും ചെലവിലല്ല കഴിയുന്നത്. ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഇന്ന് വരെ ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യം ഞാൻ പറ്റിയിട്ടില്ല എൻ്റെ ഇത്രയും വയസ്സിന്റെ ജീവിതത്തിനിടയിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാം, ഞാൻ പറയും, ഞാൻ മരിക്കുന്നതുവരെയും പറയും, വർഗീയത കൊടികുത്തി വാഴയാണ് കേരളത്തിൽ. അത് എല്ലാവരും മത്സരിക്കുകയാണ്. മുസ്ലിമിനെ അടിക്കാൻ, ഇസ്ലാമിനെ അടിക്കാൻ കിട്ടുന്ന വടികളെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അടങ്ങി ഒതുങ്ങി കഴിയുന്നവരാണ്, പടച്ചവനെ പേടിച്ച് കഴിയുന്നവരാണ്. ഇന്നാൾ ഒരു CPM ഒരു നേതാവ് നിന്നിട്ട് പ്രസംഗിക്കുകയാണ്, മുസ്ലിം ലീഗ് പലിശ വാങ്ങിക്കുന്നുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവൻ മുസ്ലിമാണ്, ഈ പറഞ്ഞ മാർക്സിസ്റ്റുകാരൻ മുസ്ലിമാണ്, അവൻ ഇതിൽ നിന്ന് ഒഴിവാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ പറയുന്നത് ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്. ഈ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ അവനെ ചോദ്യം ചെയ്യില്ല, നാളെ മഹ്ശറയിൽ ചോദ്യം ചെയ്യില്ല. അവനിപ്പോൾ CPM-കാരനാണ്, CPM-കാരൻ്റെ കൂടെ നിന്നിട്ട് പലിശ വാങ്ങിക്കാം, മുസ്ലിം ലീഗുകാരൻ്റെ പലിശ വാങ്ങിക്കാൻ പാടില്ല. അതെന്ത് ന്യായമാണ്? അപ്പൊ ആർക്കും നിയമിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും ചോദ്യം ചെയ്യും. മുസ്ലിം ലീഗിനെ പിടിച്ച് ചോദ്യം ചെയ്യുന്നില്ല അവിടെ മഹ്ശറയിൽ. വ്യക്തികളെയാണ് ചോദ്യം ചെയ്യുന്നത്, സംഘടനയെ ചോദ്യം ചെയ്യുന്നില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം പാർട്ടിയല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷ പിന്നോക്ക ദളിത് പാർട്ടികളാണ്. ദളിതുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അല്ലാതെ ഈ മാർക്സിസ്റ്റുകാർ മുസ്ലിമിന്റെ പേരും വെച്ചിട്ട് വന്നതെന്ന് ഈ ഒരു കോളാമ്പി കിട്ടുമ്പോൾ എന്തും അങ്ങ് ചടച്ചു വിടാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാവും എന്താണ് അവൻ പറയുന്നതെന്ന്. യാതൊരു വിവരവും വേണ്ടേ. അതായത് അവനെ ചോദ്യം ചെയ്യില്ല, പടച്ചവൻ അവനെ ചോദ്യം ചെയ്യില്ല. നീ അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ ചേർന്ന് നീ പലിശ വാങ്ങിച്ചില്ലേ, നിന്റെ പാർട്ടി പലിശ വാങ്ങിച്ചില്ലേ, അപ്പൊ നീ അതിനെ സപ്പോർട്ട് ചെയ്തില്ലേ? ജലീല് KT ജലീല്, അവൻ പണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്, പിന്നെ മുസ്ലിം ലീഗിൽ വന്ന് നേതാവായി ജനങ്ങളൊക്കെ അറിഞ്ഞ് അവസാനം അവൻ പറയില്ലേ, EMSനെയും AKG എന്ത് സ്വർഗത്തിൽ കയറ്റില്ലേ? കേട്ടണമെന്നാണ് അവൻ പറയുന്നത്. യവന്റെ നിയമം അനുസരിച്ച് ആ സ്വർഗവും നരകത്തിലും ആളിനെ കയറ്റുന്നത്. യവന് ബുദ്ധി വേണ്ടേ, വിവരം വേണ്ടേ? അവൻ ഡോക്ടറാണെന്ന്. എന്ത് ഡോക്ടറാണ് അവൻ? അവൻ ഇസ്ലാമിനെ പറ്റി വല്ല വിവരമുണ്ടാ? ഒരു വിവരമില്ല. ഒരു വിവരമില്ലാത്ത ശുദ്ധ മണ്ടനാണ് അവൻ. അപ്പോ ഈ മാർക്സിസ്റ്റുകാർ പറയുമ്പോഴത്തേക്ക് ആളിനെ സ്വർഗത്ത് കയറ്റാൻ പാസ് കൊടുക്കുന്ന AKG സെന്ററിൽ നിന്നാ. അപ്പൊ അവര് സ്വർഗവും നരകവും ഇല്ലാന്ന് വിശ്വസിക്കുന്നവരല്ലേ, പിന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറണമെന്നുള്ള നിർബന്ധം എന്ത്? അപ്പൊ നിങ്ങളെല്ലാം ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. നിങ്ങളൊന്നും ദൈവവിശ്വാസികളല്ല. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ നിരീശ്വരത്വമാണ്. പക്ഷെ നിരീശ്വരവാദികൾക്ക് എല്ലാം, കേരളത്തിലെ നിരീശ്വരവാദികളെല്ലാം ഒരു കാര്യത്തിൽ അവർ ഏകാഭിപ്രായമാണ്: ഇസ്ലാമിനെ അടിക്കുക, മുസ്ലിമിനെ അടിക്കുക, യഹൂദനെ സപ്പോർട്ട് ചെയ്യുക. യഹൂദൻ അവിടെയുള്ള ഫലസ്തീനിലുള്ള, അതായത് അതിക്രമിച്ച് കയറി ആ രാജ്യത്തുള്ളവരെ കൊന്നൊടുക്കുകയാണ്. അവിടെ ഉള്ള ജനങ്ങൾ മരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വേണം. ശരി, എന്തായാലും നിങ്ങൾ അതിക്രമിച്ച് കയറി ഇവിടെ, ശരി, നിങ്ങൾ ഒരു രാജ്യമായിരിക്കും, ഞങ്ങൾ വേറൊരു രാജ്യമായിട്ട്, നമുക്ക് രണ്ട് രാജ്യമായിട്ട്, അത് അവർ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇതാണ് ഈ ലോകത്ത് നടക്കുന്നത്. തെമ്മാടിത്തരത്തിനും അനീതിക്കും പിന്നെ അക്രമത്തിനുമാണ് ജനങ്ങൾ
പിന്നെ കൂട്ടുനിൽക്കുന്നത്? എന്താണ് ഇങ്ങനെ വന്നത്? ഈ മനുഷ്യരുടെ മനോഗതിയിൽ ഈ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്നാണ്? മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പത്രങ്ങളും മാധ്യമങ്ങളുമാണ്. മാധ്യമങ്ങൾ ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കും, അതിനുശേഷം അതിനെ അടിച്ചു കൊല്ലും. കാര്യം പേപ്പട്ടിയായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലുള്ള ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെല്ലാം നമ്മൾ ഇതിനെതിരാവണം. പക്ഷെ അതിനൊരു പിന്നെ ഉടനെ ഒന്ന് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം വർഗീയമായി ചേരി തിരിഞ്ഞു കഴിഞ്ഞു. ഇനി അത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ വരണം, സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും. ആ പുതിയ തലമുറ വരെ അങ്ങനെ അച്ചായന്മാർ നടത്തുന്ന സ്കൂളുകളിൽ പെൺപിള്ളേർക്ക് പിന്നെ മുസ്ലിം പെണ്ണിന് തട്ടമിട്ടില്ല. അവര് കന്യാസ്ത്രീകൾ തട്ടമിട്ട് നിന്നിട്ടാണ് പറയുന്നത്, പല്ലിളിച്ചും കൊണ്ടാണ് പറയുന്നത്, ചിരിച്ചും കൊണ്ടാണ് പറയുന്നത് അത് പാടില്ല, അത് ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പൊ നീയൊക്കെ തലയിലിട്ട് പിന്നെ ശിരോവസ്ത്രം മൊത്തത്തിൽ മൂടി നിന്ന നിങ്ങളുടെ പിന്നെ ഇത് കാണുമ്പോഴത്തേക്ക് ആർക്കും അസ്വസ്ഥത ഉണ്ടാവില്ല. മുസ്ലിം കുട്ടികൾ നിങ്ങൾ തലയിലിട്ടാൽ മാത്രം അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത്, ബാക്കി പഞ്ചാബിലായിരുന്നാലും ഛത്തീസ്ഗഡിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഈ ക്രിസ്ത്യൻ പെണ്ണുങ്ങളായിരുന്നാലും ശരി, ഈ കന്യാസ്ത്രീകൾ തന്നെ കോളേജുകളിൽ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർ കന്യാസ്ത്രീയുടെ വസ്ത്രം വരച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അതിന് ഇവിടെ നിയമം മൂലം നിരോധിച്ചുകൂടെങ്കിൽ അപ്പൊ നിങ്ങൾക്കാവാം, ബാക്കിയുള്ളവർക്ക് ആയിക്കൂടാ. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ വെറും വൃത്തികെട്ട, അതായത് നിങ്ങളുടെ മനസ്സ് വൈകല്യമുള്ള മനസ്സാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സഹിഷ്ണുതയില്ല. നിങ്ങൾ ആ ഡ്രസ്സിന്, ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനോട് നീതി പുലർത്തണം. ആ ഡ്രസ്സ് ഇടാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്തായാലും ശരി, നമ്മുടെ കേരളത്തിലെ സംസ്കാരം അനുസരിച്ച്, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് ജനങ്ങളുടെ പിന്നെ മതേതരത്വവും പിന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും എല്ലാം ചേർന്ന് നമുക്ക് പുതിയ ഒരു കേരളത്തിന് വേണ്ടി, മതേതരത്വ പിന്നെ കേരളത്തിന് വേണ്ടി, ജനാധിപത്യ കേരളത്തിന് വേണ്ടി, പിന്നെ വിദ്വേഷവും വെറുപ്പുമില്ലാത്ത ഒരു കേരളത്തിന് വേണ്ടി നമ്മളെല്ലാം ഇറങ്ങി പുറപ്പെടണം. നമ്മൾ അതിനു വേണ്ടി സമരം ചെയ്യണം. ഇറങ്ങിയാലേ ഒക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പലതും നടക്കും. പണ്ട് കാലത്ത് ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴെല്ലാം ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. അങ്ങനെ പറയാൻ കഴിവുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെടുന്നുണ്ട്? ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്? അങ്ങനെ ആകണം. വിദ്യാർത്ഥികൾ അങ്ങനെ ആവണം. ഏത് ജാതിയും മതവും ആവട്ടെ, ഏത് രാഷ്ട്രീയവും ആവട്ടെ, പ്രശ്നമല്ല. ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ചു. രാഷ്ട്രീയം വേറെ, മതം വേറെ. മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് കേരളത്തിലെ അന്തരീക്ഷം മലീമസമാക്കരുത്, വൃത്തികേടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.